ഇനി നോമ്പിന്റെ സമയത്ത് കറാഹത്ത് ഉണ്ടാകാൻ പാടില്ല. അതാണ് എന്താണ്? സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം ആവശ്യമില്ലാതെ പല്ല് തേക്കലാണ്. ഉച്ചക്ക് മുമ്പാണെങ്കിൽ പല്ലൊക്കെ തേക്കാം, കറാഹത്തൊന്നുമില്ല. ഉച്ചന്റെ ശേഷം പല്ല് തേക്കല് കറാഹത്താണ്. അങ്ങനെ ആവശ്യമില്ലാണ്ട് പല്ല് തേക്കുക. ആവശ്യത്തിന് ചിലപ്പോൾ വായ വല്ലാതെ തുറന്നുണ്ടെങ്കിൽ, അത്യാവശ്യമായിട്ട് സംസാരിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആവശ്യമായി വന്നു എന്ന് വരാം. ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പല്ല് തേക്കാൻ പാടില്ല. അതൊക്കെ ഉച്ചന് മുമ്പൊക്കെ കഴിയണം. പല്ല് തേക്കുന്നതൊക്കെ നോമ്പുകാരന്റെ വായ സ്വാഭാവികമായും ഒരു വാസന ഉണ്ടാവും. കാരണം ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് നിൽക്കല്ലേ. നോമ്പുകാരന്റെ വാസന അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയെക്കാളും വാസനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പ് കാലത്ത് പിന്നെ ആരോടും അങ്ങനെ സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. സംസാരിക്കേണ്ട മാസമല്ല. ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി കുത്തിയിരുന്ന് ഖുർആന് ധാരാളം ഓതുക. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ആ വായയിൽ നിന്ന് വരുന്ന വാസന അള്ളാഹിന്റെ അടുക്കൽ കസ്തൂരിയെക്കാളും സുഗന്ധമായിരിക്കുന്ന അള്ളാഹു നമ്മുടെ വാസനകളെ അങ്ങനെയുള്ളതാക്കി തീർക്കട്ടെ. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നോമ്പായി നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂല് ചെയ്യട്ടെ. നീയത്ത് ഇപ്പോൾ ചൊല്ലാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും. എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടതൊക്കെ ഇന്നലെ തന്നെ അത് വിശദീകരിച്ചതാണ്. ഇപ്പോൾ നമ്മൾ പറയട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത കറാഹത്ത് എന്താണ്? വായിൽ വല്ലതും വെച്ച് ചവക്കലാണ്. വായിലൊന്നും വെച്ച് ചവക്കാൻ പാടില്ല. നോമ്പ് കാലത്ത് അത് കറാഹത്താണ്. അതൊന്നും ഉള്ളിലേക്ക് പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വായിൽ വെച്ചിട്ട് ഇങ്ങനെ ചവക്കുക, അതൊന്നും പാടില്ല. ചിലപ്പോ അത്താഴത്തിന് കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉണ്ടാവും, അത് ചിലപ്പോ അതൊന്നും പാടില്ല. ഏതായിരുന്നാലും പറയട്ടെ, ആവശ്യമില്ലാതെ ഭക്ഷണം രുചി നോക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് ചിലർക്കൊരു രുചി ആയോ, ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കാണ്, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം. അപ്പൊ ഇങ്ങനെ രുചി ഇങ്ങനെ ഒരു പ്രാവശ്യം നോക്കിയാൽ മതിയാവൂലേ? ഉപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തികഞ്ഞോന്ന് ചെറുങ്ങനെ നായനെ നോക്കിയാൽ മനസ്സിലാവും. ഇതിങ്ങനെ ഒന്ന് നോക്കി പിന്നെയും നോക്കി ഇങ്ങനെ നോക്കി തന്നെ അത് വായന്റെ അകത്തേക്ക് പോകാൻ പാടില്ല. നോമ്പ് മോറി അത് വേറെ വിഷയം. അങ്ങനെ രുചിയുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പാടില്ല, കറാഹത്താണ്. ആവശ്യമില്ലാതെ രുചി നോക്കൽ കറാഹത്താണ്. സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എപ്പം? അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്, നമ്മൾ പറഞ്ഞു കേട്ടോ. നോമ്പ് കഴിഞ്ഞ് അതാ സുബൈക്ക് ശേഷം അത്ര സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇത് കറാഹത്താണ്. കറാഹത്ത് ചിലർ വിചാരിച്ചത് നിസ്സാരാണ്. നല്ല കറാഹത്തും വലിയ പ്രയാസം തന്നെയാണ്. കറാഹത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ചെയ്യാൻ പാടുണ്ട് എന്നല്ല പറഞ്ഞ, പാടില്ലാത്ത കാര്യമാണ് കറാഹത്ത്. മറ്റൊരു കാര്യം വെള്ളത്തിൽ മുങ്ങിക്കുളിക്കലാണ്. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാൻ പാടില്ല റമദാൻ മാസത്തിൽ. പിന്നെ ആരും ചെയ്യലില്ല. നോമ്പ് നോറ്റിട്ട് വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാൻ പാടില്ല, അത് കറാഹത്താണ്.